ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പച്ചമാങ്ങ കൊണ്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇതുണ്ടാക്കാനായി ഞാനിവിടെ 2 പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ നടുവേ കീറിയിട്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലൊന്ന് ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കൈവച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിവിടെ ഒരു 10 മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ മാങ്ങയിലോട്ട് ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ്. ആ സമയം കൊണ്ട് ഇതിലോട്ടൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പോളം 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അരപ്പിനൊരു കളർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി അരപ്പ് അരച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിതൊരു ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ചട്ടി നല്ലപോലെ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഞാനൊരു ചെറിയ സവോളയുടെ പകുതി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ സവോളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഇഞ്ചി സവോളയും പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വാങ്ങിക്കുന്ന കറിവേപ്പില ആയതുകൊണ്ട് കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കറിവേപ്പിലയൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന വിഷം അടിച്ചൊക്കെ വരുന്നതായതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന കറിവേപ്പിലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവറാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക്. ഇനി സവോളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടി ഒരു ഇത്തിരിയും കൂടി ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ. 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ചട്ടിക്ക് നല്ല ചൂട് കാണും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികളൊന്ന് വഴന്നു വരുമ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് പുരട്ടി വെച്ച മാങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം, നമ്മൾ ആ മാങ്ങ ഉപ്പ് തിരുമ്മി വെച്ച ആ പാത്രത്തിൽ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ അടച്ചു വെച്ച് മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ മാങ്ങയുടെ വേവിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് വരുന്ന മാങ്ങ ആയതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞും പോകരുത്. ആ ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതാ ഞാനൊന്ന് ഇടയ്ക്കെടുത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇടയ്ക്കെടുത്തൊന്ന് ഇളക്കി കൊടുക്കണം. മാങ്ങയിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തോളുക. അപ്പോൾ ഇതാ വീണ്ടും ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. മാങ്ങ ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് കറി റെഡിയാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഇതാ മാങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി മാങ്ങ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 80% വെന്ത് കിട്ടിയാൽ മതി. ഒത്തിരി അങ്ങ് വെന്തളിഞ്ഞു പോയാൽ കൊള്ളത്തില്ല. ഈ ഒരു പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മാങ്ങ വേവിക്കാൻ എടുക്കുന്ന സമയത്ത് അരപ്പൊക്കെ റെഡിയാക്കിയാൽ മതി. ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് ആദ്യം അങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി അരപ്പിൻ്റെ ആ മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തേങ്ങ അരയ്ക്കുന്നത് കൊണ്ട് ഇത് കുറച്ച് നല്ല കുറുകിയ ചാറോട് കൂടിയ കറിയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തൊട്ട് 1 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നല്ലപോലെ ഒന്ന് ചൂടാക്കി ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒത്തിരി ഇട്ടങ്ങ് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കരുത്. അപ്പോൾ അത് പിരിഞ്ഞു പോകും. ഇതുപോലെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അല്ലെങ്കിൽ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി.
ഇപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയുമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങാക്കറിയാണ്. ഉപ്പൊക്കെ പാകമാണോ എന്ന് ഈ സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒന്നുകിൽ പച്ചമുളകോ മുളക് പൊടിയോ ഒക്കെ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അധികം മുളക് പൊടി ചേർത്തിട്ടില്ല. അധികം എരിവൊന്നും ഇല്ലാത്തൊരു കറിയാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചു കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി ഇതിലോട്ടൊന്ന് നമുക്ക് താളിച്ചൂടി ചേർക്കണം. അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി കൂടി ഒന്ന് ലാസ്റ്റ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും മാത്രം മതിയാകും. ഞാനിപ്പോൾ ഒന്ന് ചേർത്തന്നേ ഉള്ളൂ. ഇനി ലാസ്റ്റ് ഇതിലോട്ട് ചെറിയ ഉള്ളി കൂടി ഒന്ന് വഴന്നു വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ആ ഒരു താളിച്ചതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്ത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഇത് താളിച്ചെടുത്ത സമയം കൊണ്ട് തന്നെ കറി നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കറി ഉണ്ടാക്കണം. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്